froid, aucun cabral ne m'a touché. À part toi, caballero, personne ne m'a touché. Cocaïne, cocaïne, je suis une clandestine, ഹലോ ഗൈസ്, വെൽക്കം ടു സ്ക്രീമിയോ. അപ്പോൾ ഇന്ന് നമ്മളൊരു വീഡിയോൻ്റെ എഡിറ്റിംഗ് ബ്രേക്ക് ഡൗൺ ആണ് കാണാൻ പോകുന്നത്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതിലെ വിഷ്വൽസ് എല്ലാം സാധാരണ ഒരു നൈക്കോൺ D3500 എൻട്രി ലെവൽ DSLR ക്യാമറ യൂസ് ചെയ്തിട്ടാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. 18-55mm ലെൻസാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്കും ഇത് സാധാരണ ഒരു മൊബൈൽ ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എഡിറ്റിങ്ങിലോട്ട് കിടക്കാം. അപ്പോൾ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ എടുത്തു വെച്ചിട്ടുള്ള വീഡിയോസ് എല്ലാം ഇതിലോട്ട് ഇമ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഷോർട്ട് കീ എന്ന് പറയുന്നത് Ctrl+I. അപ്പോൾ നമ്മുടെ ഫയൽ ബ്രൗസർ ഓപ്പൺ ആയി വരും. അത് നമ്മുടെ വീഡിയോസ് ഇരിക്കുന്ന ഫോൾഡറിൽ പോയിട്ട് എല്ലാ വീഡിയോസും നമുക്ക് അതിൽ ഇമ്പോർട്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ വീഡിയോസ് വന്നെടുക്കുന്നുണ്ടാവുക പ്രൊജക്ട് ബ്രൗസറിലാണ്. പ്രൊജക്ട് ബ്രൗസർ താഴെ പോയി കഴിഞ്ഞാൽ നമുക്ക് പ്രൊജക്ട് ബ്രൗസർ കാണാം. അതിനകത്ത് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും ആ പ്രൊജക്ട് ബ്രൗസറിനകത്ത് വന്നിട്ടുണ്ട്. നമ്മൾ അതിൽ ഏതെങ്കിലും ഒരു വീഡിയോ ഡബിൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ മുകളിലുള്ള സോഴ്സ് വിൻഡോയിൽ അതിൻ്റെ ഒരു പ്രിവ്യൂ കാണാൻ പറ്റും. നമ്മൾ ഇതിൻ്റെ എല്ലാ വീഡിയോസും എഡിറ്റ് ചെയ്യുന്നത് ടൈം ലൈനിൽ ഇട്ടിട്ടാണ്. അപ്പോൾ നമുക്ക് ഈ പ്രൊജക്ട് വിൻഡോയിൽ എടുക്കുന്ന വീഡിയോസിനെ ഡ്രാഗ് ചെയ്ത് ടൈം ലൈനിലോട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്യാനും അസംബിൾ ചെയ്യാനും ഒക്കെ നമ്മൾ ചെയ്യുന്നത് ടൈം ലൈനിലാണ്. ഒരു വീഡിയോ ടൈം ലൈനിൽ കട്ട് ചെയ്യണമെങ്കിൽ അതിനുള്ള ഷോർട്ട് കീ എന്ന് പറയുന്നത് C ആണ്. C എന്ന് പറയുന്നത് റേസർ ടൂളിൻ്റെ ഷോർട്ട് കീ ആണ്. അപ്പോൾ ആ ഒരു ടൂൾ ഉപയോഗിച്ച് നമുക്കൊരു വീഡിയോനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ സാധിക്കും. ആ ടൂൾ എവിടെയാണോ നമ്മൾ യൂസ് ചെയ്യുന്നത് അവിടെ വെച്ചിട്ട് ആ ഒരു പോയിന്റിൽ വെച്ചിട്ട് വീഡിയോ രണ്ട് പാർട്ടായിട്ട് സ്പ്ലിറ്റ് ആകും. പിന്നെ നമുക്കതിനെ ഡിലീറ്റ് ചെയ്യണമെങ്കിലോ കളയുന്നതിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാവുന്ന ഒരു ടൂളാണ് ഈ റേസർ ടൂൾ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഈ വീഡിയോനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വയ്ക്കാൻ നമ്മൾ മൂവ് ടൂൾ യൂസ് ചെയ്യും. മൂവ് ടൂളിൻ്റെ ഷോർട്ട് കീ എന്ന് പറയുന്നത് V ആണ്. ഈ പറയുന്ന ടൂളുകളെല്ലാം നമ്മുടെ ടൈം ലൈനിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ തൊട്ട് ലെഫ്റ്റ് സൈഡിലായിട്ട് എല്ലാ ടൂൾസും കാണാവുന്നതാണ്. അപ്പോൾ അസംബിൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നി രണ്ട് സീക്വൻസുകളുടെയൊക്കെ ഇടയിൽ ഒരു ബ്ലാങ്ക് സ്പേസ് കൊടുത്താൽ നന്നായിരിക്കുമെന്ന്. അപ്പോൾ അത് കൊടുക്കാൻ പ്രീമിയറിലൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ പ്രൊജക്ട് ബ്രൗസറിൻ്റെ തൊട്ട് താഴെ തന്നെ ഒരു ബട്ടൺ കാണാം, ന്യൂ ഐറ്റം എന്ന് പറയുന്നത്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതിലൊന്നായിട്ട് നമുക്ക് ബ്ലാക്ക് വീഡിയോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു വിൻഡോ വരും. അപ്പോൾ നമ്മൾ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന വീഡിയോൻ്റെ സെയിം ഡയമെൻഷൻസും ടൈം ബേസും ഒക്കെ തന്നെയായിരിക്കും ആ സെറ്റിങ്സിൽ ഡിഫോൾട്ടായിട്ട് കിടക്കുന്നുണ്ടാവുക. നമുക്കത് മാറ്റണമെങ്കിൽ നമുക്ക് മാറ്റാം, അല്ലെങ്കിൽ അതുപോലെ തന്നെ കൊടുത്ത് ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊജക്ട് ബ്രൗസറിൽ ഒരു ബ്ലാക്ക് വീഡിയോ വരും. ആ ബ്ലാക്ക് വീഡിയോ നമുക്ക് പിന്നെ ടൈം ലൈനിൽ കൊണ്ടുവന്ന് നമുക്ക് എത്ര ടൈം അത് ആവശ്യമുണ്ടോ അത്രയും ടൈമിലേക്ക് അത് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്ത് യൂസ് ചെയ്യാം. നമ്മളിത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സറൗണ്ടിങ്സിൽ നിന്ന് റെക്കോർഡായിട്ടുള്ള ഒരുപാട് നോയ്സസ് ഈ വീഡിയോസിലെല്ലാം ഉണ്ട്. ഇപ്പോൾ നമ്മുടെ പ്രീമിയറിൻ്റെ ടൈം ലൈൻ നോക്കുകയാണെങ്കിൽ രണ്ട് കമ്പോണൻസ് ആയിട്ടാണ് വീഡിയോസ് എടുക്കുന്നത്. ഒന്ന് വീഡിയോ കമ്പോണൻ്റ് ആയിട്ടും ഒന്ന് ഓഡിയോ കമ്പോണൻ്റ് ആയിട്ടും. അപ്പോൾ നമുക്കിത് റിമൂവ് ചെയ്യാനായിട്ട് ഈ ഓഡിയോ കമ്പോണൻസും വീഡിയോ കമ്പോണൻസും തമ്മിലുള്ള ലിങ്ക് കളയണം. അതിനായിട്ട് നമ്മൾ ഈ വീഡിയോസ് എല്ലാം സെലക്ട് ചെയ്തതിന് ശേഷം റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അൺലിങ്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് രണ്ടും സെപ്പറേറ്റ് ആവും. അതിനുശേഷം നമുക്ക് പിന്നെ ഓഡിയോ കമ്പോണൻസ് എല്ലാം കളയാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇനി പയ്യെ നമുക്ക് ഇതിനെ എല്ലാത്തിനും സ്ലോ മോഷൻ കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ അസംബിൾ ചെയ്ത് വെച്ചിരിക്കുന്ന വീഡിയോ തൊട്ട് മുകളിലത്തെ ഒരു ടാബിലോട്ട് മാറ്റണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ സ്ലോ മോഷൻ ആക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ ലെങ്ത്ത് കൂടും. അപ്പോൾ അത് ബാക്കിയുള്ള വീഡിയോസിനെ ഓവർലാപ്പ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിൻ്റെ തൊട്ട് മുകളിലത്തേക്ക് ആക്കി വെക്കുന്നത്. അതിനുശേഷം നമുക്ക് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പീഡ് ഡ്യൂറേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അതിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 50% ഒക്കെ നമുക്ക് വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ സ്പീഡ് സ്ലോ മോഷൻ ആക്കാം. പിന്നെ സ്ലോ മോഷൻ ആക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രത്യേക കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എടുത്തിട്ടുള്ള ഈ ഫുട്ടേജ് 50 FPS 60 FPS അതിന് മേലെയോ ആയിരിക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് ഈ വീഡിയോസിലെല്ലാം കളക്റ്റീവായിട്ട് ഒരുപാട് സെറ്റിങ്സ് അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. ഫോർ എക്സാമ്പിൾ ക്രോപ്പ്, കളർ ഗ്രേഡിങ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വീഡിയോസിനെല്ലാം ഒരുപോലെ കിട്ടേണ്ട രീതിയിലാണ് നമുക്ക് ആഡ് ചെയ്യേണ്ടത്.
അപ്പോൾ അതിനായിട്ടുള്ള പ്രീമിയറിലുള്ള ഒരു ഓപ്ഷനാണ് അഡ്ജസ്റ്റ്മെൻറ്റ് ലെയേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ ബ്ലാക്ക് വീഡിയോ ആഡ് ചെയ്ത അതേ സ്റ്റെപ്സ് തന്നെയാണ് അഡ്ജസ്റ്റ്മെൻറ്റ് ലെയേഴ്സ് ആഡ് ചെയ്യാനും വേണ്ടുന്നത്. താഴെ പോയിട്ട് ന്യൂ ഐറ്റം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിന്ന് അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ സെലക്ട് ചെയ്ത് സെയിം ആട്രിബ്യൂട്ട്സ് തന്നെ കൊടുത്ത് ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊജക്ട് ബ്രൗസറിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ വരും. അതിനെടുത്ത് നമ്മുടെ ടൈം ലൈനിൽ കൊണ്ടുവന്ന് ഏറ്റവും ടോപ്പിലുള്ള ഏതെങ്കിലും ഒരു ടാബിലാണ് പേസ്റ്റ് ചെയ്യേണ്ടത്. പിന്നെ അത് വീഡിയോസിനെല്ലാം കവർ ചെയ്യാവുന്ന പോലെ തന്നെ നമുക്കത് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാൻ വേണം. അത് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉള്ള സെറ്റിങ്സ് എല്ലാം അഡ്ജസ്റ്റ്മെൻറ്റ് ലെയറിൽ ചെയ്താൽ മതി. അതെല്ലാം ആ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ ഏതുവരെ എക്സ്റ്റെൻഡ് ആയിട്ടുണ്ടോ അതുവരെയുള്ള എല്ലാ വീഡിയോസിനും അതിനണ്ടറിലുള്ള എല്ലാ വീഡിയോസിനും ആ സെറ്റിങ്സ് എല്ലാം ബാധകമാണ്. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിൽ ക്രോപ്പ് ആഡ് ചെയ്യാം. അപ്പോൾ മുകളിലും താഴെയും ഒരു ബ്ലാക്ക് സ്ട്രിപ്സ് വരുന്നതിനാണ് ഞാൻ ക്രോപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് എഫക്ട്സ് വിൻഡോയിൽ പോയി കഴിഞ്ഞാൽ ക്രോപ്പ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്രോപ്പ് വരും. അത് ജസ്റ്റ് നമ്മുടെ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയറിലോട്ട് ഡ്രാഗ് ചെയ്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയറിൽ ക്രോപ്പ് എന്ന് പറയുന്ന എഫക്റ്റ് അപ്ലൈ ആയി കഴിഞ്ഞു. പിന്നെ നമ്മൾ എഫക്റ്റ് കൺട്രോൾ പാനലിൽ പോയി കഴിഞ്ഞാൽ ടോപ്പ് ബോട്ടം എന്ന് പറയുന്ന കുറച്ച് ഓപ്ഷൻസ് കാണാം ക്രോപ്പ് എന്ന് പറയുന്നതിൻ്റെ അടിയിൽ. അപ്പോൾ അതിലെല്ലാത്തിലും നമുക്ക് ഒരു 20% ഒക്കെ വെച്ച് കൊടുത്താൽ ഒരു നല്ല ക്രോപ്പ് റേഷ്യോ ആയി. അപ്പോൾ നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് വേണ്ടുന്നത് ഇതിനെ സ്റ്റേബിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ സ്റ്റേബിലൈസ് ചെയ്യാൻ പ്രീമിയറിൽ ഓപ്ഷൻ ഉണ്ട്, വാർപ്പ് സ്റ്റേബിലൈസർ എന്ന് പറഞ്ഞിട്ട്. പക്ഷേ അത് നമ്മുടെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ടൈം ഡ്യൂറേഷൻ കുറച്ച് വീഡിയോകളെ നെസ്റ്റ് ചെയ്യണം. അപ്പോൾ നെസ്റ്റ് ചെയ്യാൻ വളരെ സിമ്പിളാണ്. ജസ്റ്റ് ആ വീഡിയോ നമ്മൾ ഏതൊക്കെ വീഡിയോസിനാണോ ടൈം ഡ്യൂറേഷൻ കൊടുത്തിട്ടുള്ളത് ആ വീഡിയോസ് മാത്രം റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നെസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്ത് എന്തെങ്കിലും റാൻഡം ആയിട്ടുള്ള ഒരു പേര് കൊടുത്ത് ഓക്കെ പ്രസ് ചെയ്താൽ മതി. അപ്പോൾ ഇപ്പോൾ നമ്മുടെ എല്ലാ വീഡിയോസും നമ്മൾ നെസ്റ്റ് ചെയ്തിട്ടുണ്ട്. നെസ്റ്റ് ചെയ്ത വീഡിയോയിലോട്ട് നമ്മുടെ വാർപ്പ് സ്റ്റേബിലൈസർ എഫക്റ്റ് ആഡ് ചെയ്യാൻ വളരെ സിമ്പിളാണ്. നമ്മുടെ എഫക്ട്സ് പാനലിൽ പോയിട്ട് വാർപ്പ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ വാർപ്പ് സ്റ്റേബിലൈസർ വരും. അത് ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് നമ്മുടെ വീഡിയോയിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റേബിലൈസേഷൻ പണി പിന്നെ പ്രീമിയർ ചെയ്തോളും. നമ്മൾ ജസ്റ്റ് വെയിറ്റ് ചെയ്താൽ മതി ആ ഒരു പ്രോസസ്സ് കഴിയുന്നവരെ. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കളർ ഗ്രേഡിംഗ് ആണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ മുകളിലുള്ള കളർ എന്ന് പറയുന്ന ടാബ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രീമിയറിൻ്റെ സെറ്റിങ്സ് കംപ്ലീറ്റ് മാറി കളർ ഗ്രേഡിങ്ങിന് ആപ്റ്റ് ആയിട്ടുള്ള ഒരു സെറ്റിങ്സ് ആയിരിക്കും നമുക്ക് പിന്നെ കാണാൻ പറ്റുക. അപ്പോൾ അതിൽ ഞാനിപ്പോൾ കാര്യമായിട്ട് ഈ വീഡിയോയിൽ കളർ ഗ്രേഡിംഗ് ഒന്നും ചെയ്യുന്നില്ല, ഞാൻ ജസ്റ്റ് ഒരു ല്യൂട്ട് ആഡ് ചെയ്യുന്നുണ്ടെന്ന് മാത്രം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ സെലക്ട് ചെയ്യുക. അതിനുശേഷം റൈറ്റ് സൈഡിൽ ബേസിക് കറക്ഷൻസ് പറയുന്ന ഒരു ടാബ് കാണാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചെങ്കിൽ ല്യൂട്ട് ആഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, ഇൻപുട്ട് ല്യൂട്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിലൊരു ഡ്രോപ്പ് ഡൗൺ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബ്രൗസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ എവിടെയാണോ നമ്മുടെ ല്യൂട്ട് സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത് ആ ല്യൂട്ട് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ലെയറിൽ ആ ല്യൂട്ട് അപ്ലൈ ആയിട്ടുണ്ടായിരിക്കും. പിന്നെ നമ്മൾ ആ വീഡിയോ മൊത്തത്തിലൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ചില വീഡിയോസ് ഓവർ എക്സ്പോസ്ഡ് ആയിട്ടും ചില വീഡിയോസ് അണ്ടർ എക്സ്പോസ്ഡ് ആയിട്ടും കിടക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ബേസിക് കറക്ഷൻസിൽ തന്നെ എക്സ്പോഷറും ഹൈലൈറ്റ്സും ഷാഡോസും വൈറ്റ്സും ബ്ലാക്സും അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ കളേഴ്സൊക്കെ ഒന്ന് ഒരു മെയിൻറ്റെയിൻ ചെയ്ത് ഒരു യൂണിഫൈഡ് കളർ ആക്കി എടുക്കാൻ പറ്റും. ഓവർ എക്സ്പോസ്ഡ് ആയിട്ടുള്ളത് മീഡിയം എക്സ്പോഷർ കൊടുത്തും അണ്ടർ എക്സ്പോസ്ഡ് ആയിട്ടുള്ളത് കുറച്ചുകൂടി കൂട്ടി എക്സ്പോഷർ കൊടുത്തും ഒക്കെ നമുക്ക് അത് സെറ്റ് ചെയ്യാവുന്നതുള്ളൂ. അതിലെല്ലാ ഓപ്ഷൻസും ആ ബേസിക് കറക്ഷൻസ് ടാബിൽ തന്നെ ഉണ്ട്. ഇപ്പോൾ നമ്മുടെ വീഡിയോൻ്റെ പണികൾ ഏകദേശം കംപ്ലീറ്റ്ലി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ജസ്റ്റ് സോങ് ആഡ് ചെയ്യാന്നുള്ളൊരു പണി മാത്രമേ ഉള്ളൂ. അതിനായിട്ട് നമ്മൾ എവിടെയാണോ നമ്മുടെ സോങ് സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത് അവിടുന്ന് ഡയറക്റ്റ്ലി ടൈം ലൈനിലോട്ട് ഡ്രാഗ് ചെയ്തിട്ടാൽ മാത്രം മതി. പിന്നെ എക്സസ് ആയിട്ട് കിടക്കുന്ന ഭാഗങ്ങളുണ്ട് വെച്ചെങ്കിൽ നമുക്ക് റേസർ ടൂൾ ഉപയോഗിച്ച് കട്ട് ചെയ്ത് ബാക്കിയുള്ളത് ഡിലീറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ വീഡിയോൻ്റെ പണി കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എക്സ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞൊരു കാര്യം മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ അതിനായിട്ട് Ctrl+M അല്ലെങ്കിൽ ഫയലിൽ എക്സ്പോർട്ടിൽ മീഡിയ സെലക്ട് ചെയ്യാം. അപ്പോൾ ഇതിലേതായാലും നമ്മൾ ടൈം ലൈൻ സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കണം. ടൈം ലൈനിൻ്റെ ഒരു ബോർഡറിൽ കൊണ്ട് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ബോർഡറിന് ഒരു ബ്ലൂ കളർ വരും. അപ്പോഴാണ് ടൈം ലൈൻ സെലക്ട് ആയെന്ന് നമുക്ക് മനസ്സിലാവുക. അതിനുശേഷം നമുക്ക് എക്സ്പോർട്ട് ചെയ്യാം. ഇപ്പോൾ എക്സ്പോർട്ടിങ് വിൻഡോയിൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് കാണാം. അപ്പോൾ അതിൽ ഫോർമാറ്റ്, പ്രിസെറ്റ് ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഫോർമാറ്റിൽ നമ്മൾ H264 എന്ന് പറയുന്നൊരു കോഡക്കാണ് കൊടുക്കുന്നത്. അതൊരു കംപ്രഷൻ ആൽഗോരിതമാണ്. അപ്പോൾ ഈ ആൽഗോരിതത്തിൻ്റെ യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചെങ്കിൽ നമ്മുടെ ഒരുപാട് സൈസുകളുള്ള പല വീഡിയോസാണ് നമ്മളിപ്പോൾ ഇതിൽ എല്ലാം കൂടി ജോയിൻ ചെയ്ത് എക്സ്പോർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിനെല്ലാം യൂണിഫൈ ചെയ്ത് കംപ്രസ് ചെയ്ത് എന്നാൽ അതിൻ്റെ ക്വാളിറ്റി ഒട്ടും കുറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കൊടക്ക് യൂസ് ചെയ്തിട്ട് ഇതിനെ കംപ്രസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും അനുയോജ്യമായിട്ടും ലേറ്റസ്റ്റും ആയിട്ടുള്ള ഒരു കൊടക്കാണ് H264 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഫോർമാറ്റിൽ കൊടുക്കേണ്ടത് H264 ആണ്. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ട് താഴെ പ്രീസെറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷനിൽ നമ്മൾ കൊടുക്കേണ്ടത് മാച്ച് സോഴ്സ് ഹൈ ബിറ്റ് റേറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ്. അപ്പോൾ ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും താഴെ യൂസ് ഹൈ റെൻഡർ ക്വാളിറ്റി എന്ന് പറയുന്നൊരു
ഓപ്ഷനും കൂടി കാണാം. അതും നമ്മൾ സെലക്ട് ചെയ്യണം. ആ ഒരു ചെക്ക് ബോക്സും കൂടി നമ്മൾ സെലക്ട് ചെയ്യണം. ഇതിന് ശേഷം നമുക്ക് എക്സ്പോർട്ട് ചെയ്യാവുന്നതാണ് നമ്മുടെ വീഡിയോ. അത് കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് കഴിഞ്ഞു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വരുന്നത്. യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലുള്ള കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ സജഷൻസോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.